സക്രിയാസ് മാർത്തോമ ദിദിമോസ് പ്രഥമൻ വലിയ ബാവയുടെ ഭൗതിക ശരീരം കോട്ടയത്തെ പൊതുദർശനത്തിന് ശേഷം ജന്മനാടായ മാവേലിക്കരയിലേക്ക് കൊണ്ടുപോയി. വിവിധ സഭാ മതമേലധ്യക്ഷന്മാർക്ക് പുറമെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും വലിയ ബാവയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തി. പരുമരപ്പള്ളിയിലെ പ്രാർത്ഥനകൾക്ക് ശേഷം പുലർച്ചെ 3:30 വലിയ ബാവയുടെ ഭൗതിക ശരീരം കോട്ടയം പഴയ സെമിനാരിയിൽ എത്തിച്ചു. രാവിലെ 7-ന് മലബാർ ഭദ്രാസനാധിപൻ സക്രിയാസ് മാർ തെയോഫിലസിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കുർബാന. തുടർന്ന് മലങ്കര ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നു. 9:30 പഴയ സെമിനാരിയിൽ നിന്നും വിടവാങ്ങൽ. തുടർന്ന് വിലാപയാത്രയായി ദേവലോകം അരമനയിലേക്ക്. 10:45 ദേവലോകം അരമനയിൽ എത്തിച്ച ഭൗതിക ശരീരം പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ശേഷം പൊതുദർശനത്തിന് വെച്ചു. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആറഞ്ചേരി, മാർ ജോസഫ് ഔവത്തിൽ, മാർ മാത്യു മൂലക്കാട്ട്, മാർ ജോസഫ് കല്ലറങ്ങാട്ട്, യാക്കോബായ് സഭ കോട്ടയം ഭദ്രാസനാധിപൻ തോമസ് മാർ തീമോത്തിയോസ് തുടങ്ങിയവർ പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ പങ്കെടുത്തു. മലയാള മനോരമയ്ക്ക് വേണ്ടി ചീഫ് എഡിറ്റർ മാമൻ മാത്യു റീത്ത് സമർപ്പിച്ചു. മന്ത്രിമാരായ അനൂപ് ജേക്കബ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കെ.സി. ജോസഫ്, മുൻ കേന്ദ്രമന്ത്രി കെ.വി. തോമസ്, എം.എൽ.എമാർ, എം.പിമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവരും അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങളാണ് വലിയ ബാവയെ അവസാനമായി കാണാനെത്തിയത്. 1 മണിയോടെ ദേവലോകം അരമനയിൽ നിന്നും വിടവാങ്ങൽ. ഇനി ജന്മനാടായ മാവേലിക്കരയിലേക്ക്. മനോരമ ന്യൂസ്, കോട്ടയം.